കോൺഗ്രസ് യോജിപ്പിന്റെ നേട്ടം ഏറ്റവും കൂടുതലായിട്ടുണ്ടായത് ആർക്കാണ്? കേരള കോൺഗ്രസ് എം പാർട്ടിക്കാണ്. 2010 കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജെയും തമ്മിൽ യോജിച്ചപ്പോൾ ഇവിടെ കേരള കോൺഗ്രസിന്റെ തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ചുണ്ട്. അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മുടെ മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജാണ്. അദ്ദേഹം വിമർശിച്ചതിനൊന്നും കുഴപ്പമില്ല, വിമർശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മറുപടി പറയാം. പക്ഷെ അദ്ദേഹം അന്ന് ഏത് പാർട്ടിയിലായിരുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട്. KM മാണി സാറിന് വേണ്ടി അനാവശ്യമായ വലിയ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ എവിടെയെങ്കിലും അല്ലെ കടുത്തുരുത്തിയുടെ മണ്ണിലേക്കോ സ്റ്റീഫൻ ജോർജിനെ പോലുള്ളവർ വന്നാൽ അന്ന് KM മാണി സാറിന് വേണ്ടി നെഞ്ചുവിരിച്ച് ചങ്കുറപ്പോടെ പടപൊരുതി നിന്നിരുന്ന മാണി ഗ്രൂപ്പിലും ജോസഫ് ഗ്രൂപ്പിലും പെട്ട കേരള കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി KM മാണി സിന്ദാബാദ്, PJ ജോസഫ് സിന്ദാബാദ് എന്നൊന്നിച്ച് വിളിച്ചപ്പോൾ KM മാണിയെ കാലുവാരി പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അന്ന് കാലുവാരൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നണി വിട്ട് പാർട്ടി വിട്ട് പുറത്തുപോയി മാണി സാറിനോട് ഏറ്റവും വലിയ മഹാപരാധം കാണിച്ച സ്റ്റീഫൻ ജോർജ് ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി കടുത്തുരുത്തിലേക്ക് പോരേണ്ട കാര്യമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടി യോജിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അന്ന് 10 വർഷക്കാലം സ്റ്റീഫൻ ജോർജ് കേരള കോൺഗ്രസിലില്ല. കേരള കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കുമ്പോൾ യോജിച്ച കേരള കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA ആയിരുന്നതുകൊണ്ട് എന്നെ നിശ്ചയിക്കുന്നു. സിറ്റിംഗ് MLA സ്റ്റീഫൻ ജോർജ് ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടും. പാർട്ടി തീരുമാനം അതാണ്. സിറ്റിംഗ് MLA കടുത്തുരുത്തിക്കാർ എന്നെ വിജയിപ്പിച്ചത് നിലനിർത്തിയിരുന്നത് കൊണ്ട് യോജിച്ച കേരള കോൺഗ്രസിൽ വീണ്ടും മത്സരിക്കുവാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായും മറ്റൊരു മണ്ഡലം സ്റ്റീഫൻ ജോർജിന് കിട്ടും, അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാനങ്ങൾ കിട്ടും. യോജിച്ച കേരള കോൺഗ്രസിൽ എല്ലാവർക്കും ഒന്നിച്ചു പോകാനുള്ള സ്പേസ് ഉണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അധികാരത്തിന്റെ മോഹം കൂടിയപ്പോൾ അദ്ദേഹത്തിന് കടുത്തുരുത്തിയിൽ വീണ്ടും ഒരു ബലപരീക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ മാണി സാറ് അന്ന് സത്യം പറഞ്ഞാൽ സ്റ്റീഫൻ ജോർജിനോട് പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം സ്റ്റീഫന് സീറ്റ് തന്നതാണ്, പാർട്ടിക്ക് വേണ്ടി സഹകരിച്ച് നിൽക്കണം, മറ്റു കാര്യങ്ങൾ പരിഗണിക്കാം. അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അവസാനം ഈ ആഗസ്റ്റ് സാർ ഓട്ടോറിക്ഷ പിടിച്ച് കോട്ടയം ടൗണിൽ ആര്യഭവൻ ഹോട്ടലിൽ നമ്മുടെ ഈ സഹോദരനെ കൊണ്ടുപോയി കയറ്റി UDF ആയി ഒന്നിച്ചു നിൽക്കണം, കേരള കോൺഗ്രസ് ആയി ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാതെ അദ്ദേഹം നേരെ മറുകണ്ഠം ചാടി ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മാണി സാറിനെ വെല്ലുവിളിച്ചുകൊണ്ട് കടുത്തുരുത്തിയിൽ മാണി സാറിനെതിരെ മത്സരിക്കാൻ, മാണി സാറിന്റെ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ഇവിടെ നടന്ന നാടകങ്ങളെ കുറിച്ചല്ല അദ്ദേഹം പിന്നീട് ഇവിടെ യോഗത്തിൽ വിശദീകരിച്ചു. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF സർക്കാരിന്റെ സമയത്ത് KM മാണി സാറിനെതിരെ അഴിമതി ആരോപണം വരുന്നു. ബാർക്കോഴ കേസ് അന്നുണ്ടായപ്പോൾ ആ ബാർക്കോഴ കേസിൽ PJ ജോസഫ് KM മാണിയോടൊപ്പം രാജിവെച്ചില്ല. രാജിവെക്കാതിരുന്നതിന് കാരണം മോൻസ് ജോസഫിനെ പോലുള്ള ആളുകൾ PJ ജോസഫിനെ കൊണ്ട് രാജിവെപ്പിച്ചില്ല. അന്ന് PJ ജോസഫ് സാറിനെ കൊണ്ടുകൂടി രാജിവെപ്പിക്കണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ വന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഷയം പാർട്ടി ചർച്ച ചെയ്തു. ഞാൻ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാൻ നിർബന്ധിതമാവുകയാണ്. ചർച്ച ചെയ്തപ്പോൾ അവിടെ വന്ന ഒരു വിഷയം, ഹൈക്കോടതിയിൽ ബാർക്കോഴ കേസ് കോടതിയുടെ മുൻപിൽ വന്നപ്പോൾ കോടതി പരാമർശമുണ്ടായി. ആ കോടതി പരാമർശം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണം എന്നുള്ളതാണ്. മാണി സാറ് ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കുന്നു. മാണി സാറിനെതിരെ അന്വേഷണം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അന്വേഷണം തീരുമാനിക്കപ്പെട്ട സാഹചര്യത്തിൽ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് മാണി സാറിനെതിരെ ഒരു പരാമർശം വന്ന പശ്ചാത്തലത്തിൽ മാണി സാർ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്റ്റീഫൻ ജോർജ് ഉൾപ്പെടെ അന്ന് കേരളം ഒട്ടാകെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുദ്രാവാക്യം വിളിച്ച സ്റ്റീഫനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൽ CPM പാർട്ടിയും CPIയും ഇടതുപക്ഷ മുന്നണിയും ബാർക്കോഴ കേസിൽ കോഴ മാണി രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മുദ്രാവാക്യം വിളിച്ചപ്പോൾ സ്കറിയ തോമസ് എന്ന ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷി നേതാവിന്റെ സന്തത സഹചാരിയായി ആ പാർട്ടിയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായി കോട്ടയം ടൗണിലും പാലായിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുപോയ സ്റ്റീഫൻ ജോർജ്
മാണി രാജിവെക്കാൻ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കെ എം മാണി സാറിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി കൂടെ നിൽക്കാം. ഞങ്ങൾ കൂടെ നിന്നവരാണ്. കാലുവാരി നിന്ന ആളുകൾ ഇപ്പോൾ കടുത്തുരുത്തിയിൽ വന്ന് വാചകടിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അത് അവകാശവാദങ്ങളൊന്നുമല്ല, ഞങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. അതിനുശേഷം പാർട്ടി ചർച്ച ചെയ്തപ്പോൾ ആ പാർട്ടി ചർച്ചയിൽ തീരുമാനമെടുത്തു. കോടതി പരാമർശം കേരള കോൺഗ്രസ് പാർട്ടിക്കെതിരെയല്ല. അതാണ് പ്രശ്നം. കേരള കോൺഗ്രസ് പാർട്ടി ഈ അഴിമതിയിൽ പങ്കാളിയാണ്, ബാർക്കോഴ കേസിൽ കേരള കോൺഗ്രസ് കക്ഷിയാണ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ എല്ലാവരും രാജിവെക്കണം. അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പിന്തുണയുടെ പേരിൽ എല്ലാവർക്കും ഒന്നിച്ച് രാജിവെക്കാം. കെ എം മാണി സാറിന്റെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ മാണി സാറ് രാജിവെക്കുക എന്നത് സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്. മാണി സാർ രാജിവെക്കുമ്പോൾ പി ജോസഫ് സാറുണ്ട് എന്ന് തോമസ് ഉണ്ണിയാടൻ മാണി ഗ്രൂപ്പിൽപ്പെട്ടതിനെയാളാണ്. അദ്ദേഹവും രാജിവെച്ചില്ല, ആരും മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ പാർട്ടിയുടെ തലത്തിൽ രണ്ട് ചർച്ചകൾ ഉണ്ടായ സന്ദർഭത്തിൽ അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തി. കെ എം മാണി സാർ രാജിവെക്കട്ടെ. ഞങ്ങൾ ഒരു കാര്യം എന്ന് പറഞ്ഞു, കേരള കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ മാണി സാറിന്റെ കൂടെ അടിയുറച്ചു നിൽക്കും. ശ്രീ പി ജെ ജോസഫ് സാർ അടക്കം പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കും. മാണി സാറിന് ഒരു പോറലേൽക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. കെ എം മാണി സാറിനെ സംരക്ഷിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ആ വാക്ക് മാണി സാറിന്റെ മരണം വരെ ഞങ്ങൾ എല്ലാവരും പാലിച്ചിട്ടുണ്ട്. മാണി സാറിന്റെ മരണം വരെ ആ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാണി സാർ മരിച്ചതിൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ പല ആളുകളും മാണി സാറിനെ കാലുവാരി മാണി സാറിനെ വഞ്ചിച്ച് പുറത്തു പോയപ്പോഴും പാർട്ടിയുടെ യോജിപ്പിന് വേണ്ടി നിന്നത് എത്രയോ കാര്യങ്ങളാണ്. സീറ്റ് നിഷേധിക്കുന്നതിന്റെ പേരിൽ സ്റ്റീഫൻ ജോർജ് കാലുമാറി ഇടതുപക്ഷത്ത് പോയതുപോലെയാണെങ്കിൽ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ പി ജെ ജോസഫ് സാറ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് പാർട്ടി നിഷേധിച്ചപ്പോൾ അന്ന് പാർട്ടി വിട്ട് പുറത്തു പോകണ്ടേ? അന്ന് കേരള കോൺഗ്രസിനെ പിളർത്തണ്ടേ? ചെയ്തില്ലല്ലോ. നമ്മുടെ പാർട്ടിയുടെ പാർലമെന്റ് സ്ഥാനാർത്ഥി കോട്ടയം പാർലമെന്റിലേക്ക് ആര് മത്സരിക്കണമെന്ന് യോജിച്ച കേരള കോൺഗ്രസ് ചർച്ച ചെയ്തപ്പോൾ പ്രിയപ്പെട്ട ഇ ജി അഗസ്തി സാറ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ്, പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം, ഓഫീസർ സെക്രട്ടറി, പ്രമുഖരായ നേതാക്കളെല്ലാം ഉണ്ട്. ആ യോഗത്തിൽ വെച്ച് പാർട്ടിയുടെ തീരുമാനം, കേരള കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാർ, സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാർ കോട്ടയത്ത് ചർച്ച ചെയ്തു. ആരായിരിക്കണം കോട്ടയം പാർലമെന്റിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ ഏകകണ്ഠമായി തീരുമാനം വന്നു. പി ജെ ജോസഫ്, അന്ന് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്തരിച്ച ആദരണീയനായ സി എഫ് തോമസ് സാറ് ആ യോഗം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നമ്മുടെ പാർട്ടിയുടെ ചർച്ചയിൽ കോട്ടയം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരു പേര് മാത്രമേ വന്നിട്ടുള്ളൂ. പാർട്ടി അംഗങ്ങൾ, എല്ലാ ജില്ലാ കമ്മിറ്റിയും ശുപാർശ ചെയ്യുന്നത് ശ്രീ പി ജെ ജോസഫിന്റെ പേരാണ്. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇന്ന് ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ പി ജെ ജോസഫാണ്. പാർട്ടിയുടെ ഔദ്യോഗികമായ നമ്മുടെ കീഴ്വഴക്കം പാർട്ടി ചെയർമാൻ ശ്രീ കെ എം മാണി സാറ് പിന്നീട് ഔദ്യോഗികമായി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. അതുകൊണ്ട് പിന്നീട് പ്രഖ്യാപനം ഉണ്ടാകും. ഇതാണ് നമ്മുടെ തീരുമാനമെന്ന ധാരണയിൽ യോഗം പിരിയുന്നു. അന്ന് രാത്രിയിൽ പാലാ വീട്ടിൽ അട്ടിമറി നടക്കുന്നു. ഞാൻ അട്ടിമറിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആവശ്യം വന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ പറയാം. ഇപ്പോൾ അതിൽ പറയേണ്ട കാര്യമില്ല. നമുക്ക് നിയന്ത്രണങ്ങൾ എല്ലാവർക്കും വേണമല്ലോ. ആ നിയന്ത്രണങ്ങൾ ഞാൻ പാലിക്കുന്നു. പാർട്ടിപരമായ ആ മാന്യത ഞാൻ പാലിക്കുന്നു. സ്റ്റീഫൻ ജോർജ് ഇവിടെ വിളിച്ചു കൂവിയതാണെങ്കിൽ ഞാൻ അതെല്ലാം വിളിച്ചു കൂവണം. അതിലേക്ക് ഞാൻ പോകുന്നു. അങ്ങനെ വിളിച്ചു കൂവൽ നമുക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജോസഫ് സാറിനെയാണ് നിശ്ചയിച്ചതെങ്കിലും പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ തോമസ് ചാഴികാടനെ പ്രഖ്യാപിക്കുന്നു. തോമസ് ചാഴികാടനെ പ്രഖ്യാപിച്ചതിന് പിന്നിലും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായ ഇടപെടലുണ്ടായി. അതിൽ മാണി സാർ ഒരു മാന്യത കാണിച്ചു. മാണി സാർ പി ജോസഫ് സാറിനെ വിളിച്ചു. എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഉണ്ടായി. ജോസഫ് സാറിനോട് പറഞ്ഞു, ഔസപ്പജ, പാർട്ടിയുടെ തലത്തിൽ നമ്മൾ തീരുമാനിച്ചെങ്കിലും ഈ സീറ്റ് തരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നു. സ്റ്റീഫൻ ജോർജ് അറിയണം, അന്ന് അദ്ദേഹം പാർട്ടിയിലില്ല, പുറത്തു നിന്ന് പോയിട്ട് ഇപ്പൊ കഥ പഠിച്ചു വന്ന് വിശദീകരിക്കുകയാണ്. ഞങ്ങൾ പാർട്ടിക്കുള്ളിലുള്ളവരാണ്, കഥ നന്നായി കണ്ടുകൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അന്ന് മാണി സാറ് ചോദിക്കുമ്പോൾ ജോസഫ് സാറ് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു, ശരി, എന്താണ് സാർ മാണി സാറേ കോട്ടയത്തെ സീറ്റ് നിഷേധിക്കാൻ പാർട്ടിയിൽ ഒരു കാരണം ഇപ്പോൾ കണ്ടത്? അപ്പോൾ പറഞ്ഞു, ഔസപ്പത്തിന് ഇടുക്കിയല്ലേ,
ഇടുക്കിയിൽ നിന്ന് ഔസേപ്പച്ചൻ കോട്ടയത്ത് വന്ന് മത്സരിക്കുന്നത് എല്ലാവർക്കും നമ്മുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെ കുറെ അവസാറല്ല പിന്നീട് നേതാക്കന്മാർക്ക് മാറ്റം ഉണ്ടായി. അപ്പൊ കോട്ടയം ജില്ലയിലെ നേതാക്കൾ കുറെ ആളുകൾ അവരെല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് മാണി സാറിന്റെ വീട്ടിൽ കോട്ടയത്തുകാര് തന്നെ സ്ഥാനാർത്ഥി വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പം പി ജെ ജോസഫ് സാറിന്റെ മനോഹരമായൊരു ചോദ്യമുണ്ട്. സാറേ, നമ്മുടെ പാർട്ടിയിൽ ഇടുക്കി MLA ആയിരിക്കുന്ന റോഷി അഗസ്റ്റിൻ സാറിന്റെ അയലോക്കത്ത് കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന് ഇടുക്കി മത്സരിക്കുമല്ലേ? അപ്പൊ കോട്ടയത്ത് നിന്ന് ആൾക്ക് വന്ന് ഇടുക്കിയിൽ MLA ആയി മത്സരിക്കാം. ഞാനും പോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതാണ്. ഞാൻ ഇടുക്കിയായിട്ടാണോ? കേരള കോൺഗ്രസിന്റെ അങ്ങയോടൊപ്പം ഡെപ്യൂട്ടി വർക്കിംഗ് ചെയർമാനായി ഇരിക്കുകയല്ലേ? ഞാൻ ഇടുക്കിക്കാരനായിട്ടല്ലല്ലോ, ഇടുക്കിയല്ലോ, കോട്ടയത്ത് മത്സരിക്കാൻ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടല്ലേ? അപ്പൊ ഇടുക്കിയിൽ നിന്ന് വന്ന് പി ജെ ജോസഫിനെ മത്സരിക്കാൻ ബുദ്ധിമുട്ട്, കോട്ടയത്തുകാർക്ക് പോയി ഇടുക്കിയിൽ മത്സരിക്കാൻ എല്ലാവരും കൈപോകണം. ഈ ഇരട്ടത്താപ്പ് ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി പിളരേണ്ടതല്ലേ? കേരള കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച് പിളർപ്പുണ്ടാകേണ്ടതാണ്. ആ പിളർപ്പൊഴിവാക്കുന്ന രാഷ്ട്രീയ മാന്യത, കേരള കോൺഗ്രസിനോടുള്ള സ്നേഹം, ആത്മാർത്ഥതയോടെ ഐക്യമൂട്ടിയുറപ്പിക്കാൻ വേണ്ടി കാണിച്ച നേതാവ് പി ജെ ജോസഫ് സാറിനെയും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാണി സാറിനോട് സമ്മതം മൂളിയ മോൻസി ജോസഫിനെയും അന്ന് പാർട്ടിയിലില്ലാത്ത സ്റ്റീഫൻ ജോർജ് ആ വിഷയത്തിന്റെ പേരിൽ ഇവിടെ വന്ന് വിമർശിച്ചത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പി സി ജോർജ് കേരള കോൺഗ്രസിലെ പഴയ കേരള കോൺഗ്രസ്, ഇപ്പൊ BJP ആണ്. പഴയ പി സി ജോർജ് വല്ലതും ആയിരുന്നെങ്കിൽ ഈ പൊതുയോഗത്തിൽ ഇന്ന് കേൾക്കുന്ന ചീത്തയ്ക്ക് കൈയും കണക്കും ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്കറിയാലോ. സ്റ്റീഫൻ ജോർജിന് കൊടുക്കുന്ന മറുപടി ഞങ്ങൾ അങ്ങനെയല്ല പറയുന്നു, കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് ചുരുക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അന്ന് പി ജെ ജോസഫ് സാറ് മന്ത്രിസ്ഥാനം രാജിവെച്ച് ത്യാഗമനുഷ്ഠിച്ചു എന്ന് എന്റെ ഒരു പരാമർശമുണ്ട്. ശരിയാണ്, അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ജോസഫ് സാറ് കേരള കോൺഗ്രസിന്റെ യോജിപ്പിന് വേണ്ടി മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കുന്നു, LDFിൽ നിന്ന് പുറത്തു വരുന്നു. നേരെ മറിച്ച് മാണി സാർ ഉൾപ്പെടെ LDFിലേക്കാണ് വന്നതെങ്കിൽ പി ജോസഫ് സാറിന് മന്ത്രിയായിട്ട് തുടരാം. മാണി സാറും മന്ത്രിയാവും, എല്ലാവരും മന്ത്രിയാവും. അപ്പൊ ഇടതുപക്ഷം വേണോ, വലതുപക്ഷം UDF വേണോ, LDF വേണോ? പാർട്ടി ചർച്ച ചെയ്തു. UDF എല്ലാവരും ഒന്ന് UDF നിൽക്കാം എന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിന്റെ യോജിപ്പിന്റെ ഭാഗമായി നമ്മൾ UDFിൽ നിൽക്കാൻ തീരുമാനിച്ചു. LDF വിട്ട് പുറത്തു വരികയാണ്. അങ്ങനെ പുറത്തു വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ ഐക്യമുണ്ടാവും. കേരള കോൺഗ്രസിന്റെ ഐക്യമുണ്ടായപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ KM മാണി സാറും പി ജെ ജോസഫ് സാറും ഒന്നിച്ച് പാർട്ടിയെ നയിക്കുന്നു. അപ്പോൾ 71 MLA-മാർ അന്ന് UDF. കോൺഗ്രസിന്റെ പ്രതികരണമൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ചർച്ച ചെയ്ത ഒരു സമ്മേളനത്തിൽ പറയുകയുണ്ടായി. കോൺഗ്രസിന്റെ ആളുകൾ പറഞ്ഞു ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും മാണി സാറിനാണ്. ശരിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആർക്കാണ് ഗുണമുണ്ടായത്? ഗുണമുണ്ടായത് കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടായി. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 71 MLA-മാരുമായി സത്യപ്രതിജ്ഞ ചെയ്തതിലേക്ക് കേരള രാഷ്ട്രീയം വന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ യോജിപ്പാണ്. കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പിലുണ്ടായിരുന്ന 4 MLA-മാർ കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്ന് ഐക്യ കേരള കോൺഗ്രസായി UDFിലേക്ക് കടന്നു വരുമ്പോൾ LDFിൽ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ കടുത്തുരുത്തിയിൽ LDF ജയിച്ചിട്ടുണ്ട്, ജോസഫ് സാർ തൊടുപുഴയിൽ ജയിച്ചിരിക്കുന്നു, TU കുരുവിള കോതമംഗലത്ത് ജയിച്ചിരിക്കുന്നു. LDFിൽ MLA-മാരായി ജയിച്ചു നിൽക്കുന്നവർ ആ കാലഘട്ടത്തിൽ മന്ത്രിമാരായി നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും LDFിൽ MLA-മാരായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജയിച്ചു വരാവുന്ന കാലഘട്ടം. എന്നിട്ടും ഞങ്ങൾ പാർട്ടിയുടെ യോജിപ്പ്, കേരള കോൺഗ്രസ് അണികളുടെ താല്പര്യം, കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇരു കേരള കോൺഗ്രസുകളും തമ്മിലടിക്കുന്നത് അവസാനിപ്പിച്ച് യോജിച്ച കേരള കോൺഗ്രസായി മുന്നോട്ട് പോകാൻ വിശാലമായ കാഴ്ചപ്പാടിൽ തീരുമാനമെടുത്തപ്പോൾ അധികാരവും മന്ത്രിസ്ഥാനവും ഉപേക്ഷിച്ച് പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ 71 MLA-മാരുടെ UDF ഗവൺമെന്റ് വരികയാണ്. പിന്നീട് 72 MLA-മാരിലേക്ക് വരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, പ്രിയങ്കരനായ KM മാണി സാറിന് അതുകൊണ്ട് അഭിമാനകരമായി മന്ത്രിസഭയിൽ അംഗീകാരം കിട്ടി. നമ്മൾ ഓർക്കുന്നുണ്ട്, നേരത്തെ കേരള കോൺഗ്രസിനെ UDF രാഷ്ട്രീയത്തിൽ മൂലക്കിരുത്തുന്ന പല സന്ദർഭങ്ങളും മാണി സാറിനെ മലിനജലത്തിൽ ഉരുട്ടിയിട്ടു എന്നതൊരു കാലഘട്ടത്തിൽ വാർത്തയായിരുന്നു. മാണി സാറിന് നല്ല വകുപ്പ് കൊടുക്കാത്തത് ഒരു കാലഘട്ടത്തിൽ ചർച്ചയായതാണ്. കൊള്ളാവുന്ന വകുപ്പ് മാണി സാറിന് കൊടുക്കാത്ത പ്രശ്നം. അങ്ങനെയുള്ള ദുരവസ്ഥയും ഗതികേടുകളും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ കേരള കോൺഗ്രസ് യോജിപ്പിനെ തുടർന്ന് KM മാണി സാറ് വീണ്ടും ശക്തനായ KM മാണിയായി
തിരിച്ചു വന്നത് ഞാൻ ജോസ് കെ മാണി വിഭാഗത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ